വിൻസെന്റ് മാഷ് കൂടി ചേരുന്നുണ്ട്. മാഷെ നമസ്കാരം. ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന ഒരു വിശദാംശങ്ങൾ ഇറാന്റെ പരമോന്നത സ്ഥാനത്തേക്ക് ഇനി ആയത്തുള്ള ഖാംനായിയുടെ മകൻ മുജ്തബ ഖാംനായി വരുമെന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഒരു ലക്ഷ്യം, ഈ യുദ്ധം തുടങ്ങി വെക്കാനുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണമാറ്റം തന്നെയായിരുന്നു. അമേരിക്ക വിചാരിച്ച ആളെ അവരോധിച്ച ഇറാനെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിന് തുടക്കമെന്ന് പറയുന്നത്. അമേരിക്കയുടെ ആ ലക്ഷ്യം ഫലവത്താകുമോ? അത് സമ്മതിച്ചു കൊടുക്കാൻ, ഇറാന്റെ ഈ നീക്കം സമ്മതിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുമോ? ഇനിയും ഈ യുദ്ധം നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? ഏതെങ്കിലും ഒരു രാജ്യത്ത് അധിനിവേശത്തിന്റെ ഭാഗമായി ഭരണമാറ്റം ഉണ്ടാക്കിയ ഘട്ടങ്ങളിലെല്ലാം അവിടുത്തെ സായുധ സേന പൂർണ്ണമായിട്ടും നിർവീര്യമാവുകയോ അതല്ലെങ്കിൽ അവർ പ്രതിരോധത്തിന് തയ്യാറാകാതെ ആയുധം വെച്ച് കീഴടങ്ങുകയോ ചെയ്ത സാഹചര്യത്തിലാണ്. അത് ഏറ്റവും അവസാനം വെനിസ്വേലയിൽ നിന്ന് മദുറോയെ കടത്തിക്കൊണ്ടുപോയ ഘട്ടത്തിൽ പോലും അവിടുത്തെ പട്ടാളത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ റെസ്പോൺസ് ഉണ്ടായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അവരുടെ സുശക്തമായ വരേണ്യ സൈനിക ദളം അത് ഇപ്പോഴും ശക്തമായി നിൽക്കുകയാണ്. അവര് ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്ന കാലത്തോളം ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് ട്രംപ് പറഞ്ഞതുപോലെ 4 ദിവസം കൊണ്ടൊരു ഭരണമാറ്റം എന്നത് അസാധ്യമായ കാര്യമാണ്. ഇവിടെ IRGC മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പാരാമിലിറ്ററി ഫോഴ്സുകളുണ്ട്, റെഗുലർ ആർമി വേറെയുണ്ട്, പോലീസ് ഉണ്ട്. വെസ്റ്റ് ഏഷ്യ മുഴുവനും ഒരു ഹൈഡ്ര ഹെഡഡ് എന്നൊക്കെ പറയുന്നത് പോലെ വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ പക്ഷികളുണ്ട്. ഈ പക്ഷികളെയൊക്കെ നേരിട്ട് നിയന്ത്രിക്കുന്നത് ഈ IRGC ആണ്, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. അവര് യുദ്ധം തുടരാൻ തീരുമാനിക്കുന്ന കാലത്തോളം അവിടെ ഭരണമാറ്റം അസാധ്യമായിരിക്കും. ആയത്തുള്ള അലി ഖംനെയിനെ കൊലപ്പെടുത്തിയത് കൊണ്ട് ഇറാനിൽ ഒരു ഭരണമാറ്റം എന്നത് അസാധ്യമായ കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ നേതൃത്വം മറ്റൊരാൾ റീപ്ലേസ് ചെയ്യുകയും ഭരണകൂടം തുടരുകയും ചെയ്യാനാണ് സാധ്യത. അതുപോലെ തന്നെയാണ് IRGCയുടെ നേതൃത്വവും. മേഖലയിൽ ഏറ്റവും അധികം സ്വാധീനം നേടിയ ഇറാനിൽ തന്നെ ഖംനെയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള ആളായിരുന്നു IRGCയുടെ നേതാവ് ഖാസിം സുലൈമാനി. അദ്ദേഹത്തെ സിറിയയിൽ വെച്ചിട്ട് ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ട് ഒരു മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതാണ്. അതോടുകൂടി ഈ IRGCയെ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അവര് പ്രതിരോധത്തിൽ തന്നെയാണ് ഊന്നുന്നത്. അമേരിക്കയും അമേരിക്കയുടെ സഖ്യശക്തികളെയും ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മിസൈൽ പ്രഹാര ശേഷിയെ കുറിച്ചുള്ള കണക്കുകൾ, ധാരണകൾ ഒരുപക്ഷെ അട്ടിമറിക്കുന്ന വിധത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം ഇസ്രായേലിലും അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ അവർ പ്രതിരോധത്തിൽ നിൽക്കുന്ന കാലത്തോളം അവിടെ ഭരണമാറ്റം അസാധ്യമായിരിക്കും. അമേരിക്ക ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരും എന്നുള്ള നിലയ്ക്കാണ് ഈ സംഘർഷം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അത് അവസാനിക്കാൻ സാധ്യതയില്ല. ശക്തമായ ഫോഴ്സസ്, ഇസ്ലാമിക റവല്യൂഷന്റെ ഭാഗമായി രൂപപ്പെട്ട സംഘം അവിടെയുണ്ട്. അവര് ദുർബലമാവുകയോ അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യത്തിന് വഴങ്ങുകയോ ചെയ്യുന്നത് വരെ ഇറാനിൽ ഭരണമാറ്റം അസാധ്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് IRGCയോട് ആയുധം താഴെ വയ്ക്കൂ, അതല്ലെങ്കിൽ മരണത്തെ നേരിടൂ എന്ന ഭീഷണി മുഴക്കിയത്. IRGC ആയുധം താഴെ വെക്കാത്ത കാലത്തോളം ഇറാനിൽ ഭരണമാറ്റം ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് IRGC എന്തായാലും വശംവദരാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണക്കുകൾ ആ രീതിയിൽ തന്നെ നമ്മൾക്ക് മുന്നിലുണ്ട്. IRGCയുടെ ഒരു പ്രോമിനൻസ് എക്കാലത്തും അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ ഇറാൻ എന്നൊക്കെ പ്രതിരോധത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ മുൻനിരയിൽ നിന്ന് നയിക്കാൻ IRGC ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അതിൻ്റെ ഒരു പരമോന്നത നേതാവായി മാത്രമാണ് ആയത്തുള്ള ഖാംനായി വരുന്നത്. അദ്ദേഹത്തിന് ശേഷം ഒരു തുടർ ഭരണാധികാരിയെ ഇറാൻ ഈ ഒരു ഘട്ടത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ പുതിയൊരു ഭരണാധികാരിയെ, ഒരു തുടർ ഭരണാധികാരിയെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഇറാന്റെ സൈനിക ശേഷി എന്താണ് എന്ന് ലോകത്തിന് മുൻപിൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്
US-ന്റെ സൈനിക താവളങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുള്ള മിസൈൽ ആക്രമണങ്ങൾ UAE-യിലേക്ക് തൊടുത്തുവിട്ടത് ഏകദേശം 100-ലധികം മിസൈലുകളാണ്, 200-ലധികം ഡ്രോണുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രഹരശേഷി, ഇവരുടെ ഒരു അണ്വായുധ ശേഷി എന്താണ് എന്ന് അമേരിക്കയ്ക്ക് വിചാരിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നലെയൊക്കെ സംഭവിച്ചത്. അതേ നിലപാട് തന്നെ തുടരാനല്ലേ ഒരു സാധ്യത? കാരണം അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്? ഇനിയും പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അമേരിക്ക എത്തുമോ? ഇസ്രായേൽ അതിന് കൂട്ടുനിൽക്കുമോ? യഥാർത്ഥത്തിൽ മറ്റ് വൻശക്തി രാജ്യങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ ഈ പ്രതിരോധവും അധികകാലം വരാനും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം അമേരിക്ക ഒരു സൈനിക സൂപ്പർ പവറാണ്. ഇസ്രായേൽ ആ മേഖലയിലെ ഒരു വൻ സൈനിക ശക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ധാരാളം ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു ശേഖരമുണ്ട്. ഇറാൻ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം 3000-ലധികം ഹ്രസ്വദൂര, മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വളരെ പെട്ടെന്ന് തീർന്നു പോകും. കാരണം ഗൾഫിലെ വിവിധ സ്ഥാനങ്ങൾ അവരിപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവരുടെ കമിക്കോസ് ഡ്രോണുകൾ അടക്കമുള്ള ഡ്രോണുകൾ, അത് ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അതിന്റെ വൻ ശേഖരവും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ SRBMs, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരമൊക്കെ തകർന്നാൽ പോലും അവർക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് ആ മേഖലയിൽ നിരന്തരമായ ആക്രമണം നടത്താൻ സാധിക്കും. ഈ ഡ്രോൺ ആക്രമണം സമ്പൂർണ്ണമായി പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ വിഷമമേറിയ കാര്യവുമാണ്. അതുകൊണ്ട് അതേസമയം അധികകാലം ഈ പ്രതിരോധം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ തോന്നുന്നില്ല, മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ. അവിടെയാണ് റഷ്യ ചൈന അച്ചുതണ്ടിന്റെ ഇടപെടൽ പ്രസക്തമാകുന്നത്. ചൈനയും റഷ്യയും ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാടെടുക്കുകയും അടിയന്തരമായ സംഘർഷം അവസാനിപ്പിക്കണം, ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം എന്നാണ് ചൈന അതിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്ലെയറാണ് ഭാരതം. ഇന്ത്യ ഇക്കാര്യത്തിൽ അടിയന്തരമായ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന നിലപാട് ഇന്ത്യയും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെ നടപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് രാജ്യങ്ങൾ പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ നിലവിലുള്ള ആക്രമണത്തിന്റെ ഒരു തരംഗത്തിന് ഒരു പ്രതിതരംഗം സൃഷ്ടിക്കുവാനും അമേരിക്കയുടെ സൈനിക ശക്തിയെ ബാലൻസ് ചെയ്യാനും സാധിക്കണമെങ്കിൽ റഷ്യ ചൈന അച്ചുതണ്ട് ഇതിൽ ഇടപെടുകയും ഈ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും വേണം. അത് സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലൂടെ പ്രശ്നം പരിഹരിച്ചേക്കാം. ഒബാമയുടെ കാലത്ത് അദ്ദേഹം സെക്യൂരിറ്റി കൗൺസിലിലെ പഞ്ചമഹാശക്തികളെയും ജർമ്മനിയും ചേർത്ത് B+1 കരാർ ഉണ്ടാക്കി. അതൊരു വലിയ കരാറായിരുന്നു. അതിലൂടെ ഉപരോധങ്ങൾ ഭാഗികമായി പിൻവലിക്കുകയും ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ ഏറെക്കുറെ നിർത്തിവെക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഒരു വയബിൾ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഏകപക്ഷീയമായി റദ്ദാക്കി 2018 വീണ്ടും യുദ്ധമുഖം തുറന്നത് ട്രംപാണല്ലോ. അപ്പോൾ ചൈനയും റഷ്യ അച്ചുതണ്ട് വലിയ സമ്മർദ്ദം ഈ കാര്യത്തിൽ ചുമത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ സമഗ്രമായ ഒരു സമാധാന ഉടമ്പടി അടിസ്ഥാനത്തിൽ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാം. അതിനും ഉള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ രാജ്യങ്ങൾ ആ രൂപത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അധിക കാലം പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കില്ല. അതേസമയം അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ നിരന്തരമായ ആക്രമണവും കൂടി ഉണ്ടായാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈന്യം IRGC അവര് പ്രതിരോധം നടത്താൻ തീരുമാനിക്കുന്ന കാലത്തോളം ആ രാജ്യത്തെ കീഴടക്കുവാനോ അവിടെ ഒരു ഭരണമാറ്റം നടത്തുവാനോ സാധിക്കും എന്നത് വളരെ ദുഷ്കരമായിരിക്കും, പ്രയാസകരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് വെനസ്വേലയിൽ നിക്കോളാസ് മഡ്യൂറോയെ ഒഴിവാക്കിയതുപോലെ ആയത്തുള്ള ഖമനേയെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഇറാനെ പിടിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യം നിലവിൽ ഈ ഒരു ഘട്ടത്തിലും ഇല്ല എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ എന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം പ്രതിരോധത്തിലാകും? കാരണം ഗൾഫ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന US സൈനിക താവളങ്ങൾക്കെതിരെയുള്ള US-നെതിരെയുള്ള പ്രത്യാക്രമണങ്ങൾ അത് വലിയ രീതിയിൽ ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചൊരു നിലപാട്, അത് അമേരിക്കൻ വിരുദ്ധ നിലപാടായാലും ഇറാൻ വിരുദ്ധ നിലപാടായാലും ഏത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചു കൂടിയായിരിക്കും ഈ ഒരു യുദ്ധപ്രക്രിയ മുന്നോട്ട് പോകുന്നതല്ലേ? കാരണം ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലും നിർണായകമല്ലേ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തെ
നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അമേരിക്കയാണ് അവർക്ക് സൈനിക കുട ഒരുക്കി കൊടുക്കുന്നത്. അതേസമയം അവരുടെ ആ രാജ്യങ്ങളിലുള്ള UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മാത്രമല്ല, ഇനി രണ്ടാം ഘട്ടത്തിൽ ഡ്രോണാക്രമണത്തിന്റെ ഭാഗമായി അവരുടെ പെട്രോളിയം ശുദ്ധീകരണ പ്ലാന്റുകളും അതുപോലെ ഇൻഡസ്ട്രിയൽ വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ ഇറാൻ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി സമാധാനം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതമാകും. ആ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകരും. രണ്ടാമത്തെ കാര്യം, ഏതു നിമിഷവും ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ആകെ 33 മുതൽ 54 കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു ചെറിയ കടലിടുക്കാണ് ഹോർമൂസ് സ്ട്രെയ്റ്റ്. അതാണ് പെർഷ്യൻ ഗൾഫിനെയും ഒമാൻ സ്ട്രെയ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. 20% എണ്ണ കടന്നു പോകുന്നത് ആ മേഖലയിലാണ്. അതങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് പൂർണ്ണമായും നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തകരും, അവരുടെ സുരക്ഷിതത്വം ഇല്ലാതാകും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അടിയന്തരമായി സമാധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള സമ്മർദ്ദം അതിശക്തമായി ചെലുത്തുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാവും. സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങൾ തന്നെയായിരിക്കും ഉടനടി സമാധാനം വേണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുക. അത്തരമൊരു ഘട്ടത്തിൽ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഒരു പക്ഷേ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞു എന്ന് വരികയില്ല. ഏതായാലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അയത്തുള്ള അലി ഖംനേയി ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവ് മാത്രമല്ലല്ലോ, അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള കോടാനുകൂടി ഷിയ മതവിശ്വാസികളുടെ ആത്മീയ ആചാര്യനാണ്. അദ്ദേഹം വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു മതപുരോഹിതനാണ്. അത്തരത്തിലുള്ള വൈകാരികമായ തലം കൂടി ഇവിടെയുണ്ട്. മാത്രവുമല്ല, ഒരു രാഷ്ട്രത്തലവനെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും സമാധാനത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും നേരിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഒരു റൂൾസ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡറിന് സഹിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. വെനിസ്വേലയിൽ അതാണ് സംഭവിച്ചത്. ഇറാനിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. വെനിസ്വേലയിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ്, മദൂറയെ ജയിലിലടക്കുകയാണ് ചെയ്തതെങ്കിൽ ഇദ്ദേഹത്തെ കാലപുരിക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ നിയമവ്യവസ്ഥയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനോ അക്രമം നടത്തുവാനോ പറ്റുന്ന ഒരു സാഹചര്യം അപകടകരമായ ഒരു ആഗോള ക്രമത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഇത് അധികം കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. ആ മേഖലയിൽ സുസ്ഥിരത അനിവാര്യമാണ്. അത് ചൈന, അമേരിക്ക അച്ചുതണ്ടും അതുപോലെ ഗൾഫിലെ സമ്പന്ന എണ്ണ രാജ്യങ്ങളും മറ്റ് അറബ് രാജ്യങ്ങളുമൊക്കെ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വളരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഭരണമാറ്റം എന്ന ലക്ഷ്യമൊന്നും നേടാതെ തന്നെ സമാധാന പ്രക്രിയയിലേക്ക് പോകാൻ അമേരിക്ക, ഇസ്രായേൽ അച്ചുതണ്ടും നിർബന്ധിതമാകും എന്ന് ഞാൻ കരുതുന്നു. യെസ്, താങ്ക് യു. വിൻസെന്റ് മാഷാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ പങ്കുവച്ചത്.